അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് IQOO Z3 എന്ന് പറഞ്ഞ ഫോണിൻ്റെ റിവ്യൂ ആണ്. ഏകദേശം 2 ആഴ്ച ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്ര നാൾ യൂസ് ചെയ്ത് വെച്ചിട്ട് മൊത്തത്തിൽ ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫോണിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണെന്ന് പറയാം. ഫോൺ അത്ര വലിയ സൈസ് ഒന്നുമില്ല, നമുക്ക് സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഒതുങ്ങിയൊരു ഫോണാണ്. ഇപ്പോഴത്തെ മിക്ക ഫോണുകളിലും വരുന്നത് 5000 mAh അല്ലെങ്കിൽ 6000 mAh അങ്ങനെ ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ ഭയങ്കര ബൾക്കി ആയിരിക്കും. പക്ഷേ ഈ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4400 mAh ആണ് ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡൊക്കെ വരുന്ന പ്ലാസ്റ്റിക്കിലാണ്. നല്ല ഗ്ലോസി ഫിനിഷാണ്, കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെ ഉണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടല്ലോ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല. നമുക്ക് പാൻഡ ഗ്ലാസ് എന്ന് പറഞ്ഞ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് ആണോ അതോ പാൻഡ ഗ്ലാസ് ആണോ നല്ലതെന്നുള്ള ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇപ്പോൾ എല്ലാ ഫോണിലും യൂസ് ചെയ്യുന്ന ഗൊറില്ല ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കും മേ ബി ബെറ്റർ. ഗൊറില്ല ഗ്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാൻഡ ഗ്ലാസ് ആയിക്കോട്ടെ, നമുക്ക് സ്ക്രാച്ച് ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. നിലത്ത് വീഴുവാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആണ് പൊട്ടും. ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി വരുന്ന ഒരു നെഗറ്റീവ് പറഞ്ഞുതരാം. ഫോണിന്റെ ബാക്ക് സൈഡ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഫോണിന്റെ ഫ്രണ്ട് സൈഡ് ആയിക്കോട്ടെ ഒരു ഗ്ലോസി ഫിനിഷാണ് ബാക്ക് സൈഡ്. പക്ഷേ ഗ്ലോസി ഫിനിഷ് മാത്രമല്ല, ഒരു ഓയിലി ഫിനിഷാണ്. ഫ്രണ്ട് ആയിക്കോട്ടെ ഓയിലി ഫിനിഷാണ്, അതുപോലെ ഒരു ബാക്ക് ആയിക്കോട്ടെ ഒരു ഓയിലി ഫിനിഷാണ്. ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് യൂസ് ചെയ്താൽ മതി, പെട്ടെന്ന് ഫോൺ അഴുക്കാവും. എന്ന് വെച്ചാൽ ഫിംഗർ പ്രിന്റ് അട്രാക്ട് ചെയ്തിട്ട് ഫോൺ കാണാൻ ഭയങ്കര വൃത്തികേടാവും. നമ്മളൊരു എണ്ണയിൽ കൈ മുക്കിയിട്ട് ഡിസ്പ്ലേയിലേക്ക് പിടിച്ചാൽ അങ്ങനെ ഇരിക്കും. അത് ആ ഒരു ഫീൽ ആയിരിക്കും ഒരു 5 മിനിറ്റ് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് മാറ്റാനായിട്ട് ബാക്കിൽ ഒരു കവർ ഇടുക, അതുപോലെ തന്നെ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ഏകാലും ഗ്ലാസ് ഒട്ടിക്കും. അപ്പോൾ ആ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഫിംഗർ പ്രിന്റ് സ്കാനർ വളരെ ഫാസ്റ്റാണ്, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അൺലോക്ക് ആവും. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.58 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്, അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. എടുത്തു പറയേണ്ട കാര്യം, നമുക്കിതിനകത്ത് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗെയിം ഒക്കെ കളിക്കുമ്പോഴത്തേക്കുമാണ് ഈ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയുടെ ഗുണം മനസ്സിലാണ്. അപാര സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. വ്യൂയിങ് ആംഗിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ, അത്ര സൂപ്പറാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് സൈഡൊക്കെ ചരിഞ്ഞ് നോക്കാൻ നേരത്ത് കുറച്ച് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെയിലൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ പുറത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നും. ഡിസ്പ്ലേക്ക് വരെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, പക്ഷേ കുറച്ച് ബ്രൈറ്റ്നസ് കുറവായിട്ട് തോന്നി. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ നമുക്ക് 4500 mAh ബാറ്ററി വരുന്നുള്ളൂ. ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ 5000 mAh 6000 mAh ഒക്കെയാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഒരു 5000 mAh ഉള്ള ഫോണിൽ നമുക്ക് ബാറ്ററി പെർഫോമൻസ് കിട്ടുന്നത് ഏകദേശം സ്ക്രീൻ ഓണിലേക്ക് കിട്ടുന്നത് 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെയാണ്. ഇതിനകത്തും ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ ഈസി ആയിട്ട് സ്ക്രീൻ ഓണിലേക്ക് കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വശം, ഫോണാണെന്നുണ്ടെങ്കിൽ 55 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ബോക്സിനകത്താണെന്നുണ്ടെങ്കിൽ 66 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. 55 വാട്ടാണ് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് 66 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ തരുന്നുണ്ട്. ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 മിനിറ്റ് അടിക്കില്ല, ഒരു 48 മിനിറ്റിലൊക്കെ ഫോൺ ഈസി ആയിട്ട് ഫുൾ ആകുന്നുണ്ട്. അതായത് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ കുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 80% മേളിലൊക്കെ യൂസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64 മെഗാപിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 8 മെഗാപിക്സൽ വരുന്ന വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് 2 മെഗാപിക്സൽ വരുന്ന ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫോണിലും വരുന്നുണ്ട് 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ് അല്ലെങ്കിൽ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ എന്ന് പറഞ്ഞ്. അതൊരു ഗിമിക്കായിട്ടുള്ള സാധനമാണ്. നമുക്ക് 3 ക്യാമറ ഉണ്ടെന്നൊക്കെ കാണിക്കാനായിട്ട് ചുമ്മാ കൊടുക്കുന്നതാണ്, വലിയ ഉപയോഗമൊന്നും അതുകൊണ്ടില്ല. അപ്പം അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതുപോലെ തന്നെ 60 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മെയിൻ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ്, അതായത് 64 മെഗാപിക്സൽ എടുക്കുന്ന ഫോട്ടോസ് നല്ല വെട്ടവും വെളിച്ചമുള്ള സാഹചര്യത്തിൽ, അതായത് നമ്മൾ വീടിന് പുറത്തൊക്കെ വെച്ചെടുക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ വീടിനുള്ളിൽ വെച്ചാണെങ്കിൽ നല്ല വെട്ടമൊക്കെ ഉള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഫോട്ടോ ആണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് പോക്കോ X3 Pro വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ്മി നോട്ട് 10 Pro വരുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും നല്ല ക്യാമറ ഉള്ള ഫോൺ ഇതാണെന്ന് തന്നെ പറയാം. നമുക്ക് കാണാനായിട്ട് നല്ല ഇഷ്ടപ്പെടുന്ന ഫോട്ടോസാണ് 64 മെഗാപിക്സൽ കിട്ടുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറയിൽ നമുക്ക് നല്ല സൂപ്പർ ഫോട്ടോസാണ് കിട്ടുന്നത്. എടുത്തു പറയേണ്ട കാര്യം, സെൽഫി ക്യാമറ എടുക്കുന്ന നല്ല ബോക്കെ ഫോട്ടോസൊക്കെ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറാക്കി എടുക്കുന്ന ഫോട്ടോസൊക്കെ സ്റ്റൈലൻ ഫോട്ടോസാണ്. മുടിയുടെയൊക്കെ എഡ്ജ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. പക്ഷേ ഒരു പോരായ്മ, ക്യാമറയുടെ ഒരു പോരായ്മ, വെട്ടം കുറവുള്ള സാഹചര്യത്തിൽ, ഇൻഡോറിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, വെട്ടം കുറവുള്ള സാഹചര്യത്തിൽ അത്ര നല്ല ഫോട്ടോസൊന്നും അല്ല കിട്ടുന്ന. നല്ല വാഷ് ഔട്ട് ആയിട്ടുള്ള കളറുകളും അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ക്യാമറയുടെ കാര്യത്തിൽ യാതൊരു കുഴപ്പമില്ല, സൂപ്പർ ക്യാമറയാണ്.
ഇനി ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 768G എന്ന് പറയുന്ന 5G പ്രോസറാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു പ്രോസസ്സറിൽ വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ്. ആ ഒരു പ്രോസസ്സർ വെച്ച് വേറെ ഫോണുകളൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ 20,000 ഈ ഫോണിന് മുകളിലൊരു പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പോക്കോ X3 Pro എന്ന് പറഞ്ഞ ഫോണിൽ മാത്രമാണ്. അത് സ്നാപ്ഡ്രാഗൺ 870 പ്രോസറാണ്. ഒരു രക്ഷയില്ല, കിഡിലൻ പെർഫോമൻസ് ആണ്. ഗെയിമിംഗ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സൂപ്പർ പെർഫോമൻസ് ഉള്ള ഫോണാണ്. ഇതിൻ്റെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാ ഫോണിൻ്റെ കാര്യം പറയും, പെർഫോമൻസ് എന്ന് പറയും. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് മറ്റുള്ള ഫോണുകളായിട്ട് ഒരു മാറ്റം തോന്നിയത്, ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് അനുഭവപ്പെടില്ല എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകാൻ വേണ്ടി ഒരു സെക്കൻഡ് പോലും അടിക്കില്ല, അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ള സെറ്റാണ്. 120 Hz ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഫോൺ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്ഫോൾട്ട് 9 ആയിക്കോട്ടെ, PUBG ആയിക്കോട്ടെ, ഫ്രീ ഫയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഗെയിമും ആയിക്കോട്ടെ, ഈസി ആയിട്ട് നമുക്കിനകത്ത് കളിക്കാം. 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾ കണ്ടിന്യൂസ് എത്ര നേരം വേണേൽ ഗെയിം കളിച്ചോ, ഒരു തരി പോലും ഫോൺ ഹീറ്റ് ആവില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ഒരു തരി പോലും, അതായത് നമുക്കൊരു പേരിന് പോലും ഫോൺ ഹീറ്റ് ആവും. ഒരു റിവ്യൂവിന് വേണ്ടി ഏറ്റവും കൂടുതൽ നേരം ഞാൻ ഗെയിം കളിച്ചത് ഈ ഫോണിനകത്താണ്. 2 ആഴ്ച ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഗെയിം കളിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെടും നമുക്ക്. ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഇല്ല. ഗെയിം കളിക്കുമ്പോൾ ഫോൺ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൂഡ് പോകും. ഇതിനകത്ത് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നാൽ തന്നെ മടുക്കത്തില്ല, കണ്ടിന്യൂസ് കളിക്കാം. ഇതിനകത്ത് ഹീറ്റിംഗ് ഇല്ലാത്തത് വേറൊന്നുമില്ല, ഇതിനകത്ത് ലിക്വിഡ് കൂളിംഗ് ആണ് വരുന്നത്. 6 ലെയർ വരുന്ന ലിക്വിഡ് കൂളിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്ന് ഒരു ചുമ്മാ പറയുന്നതല്ല, സത്യസന്ധമായ കാര്യമാണ്. ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഈ ഫോണിലില്ല. പെർഫോമൻസ് വൈസ് യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെയാണ്. എനിക്ക് ഇതിനകത്തൊരു നെഗറ്റീവ് പറയാനുള്ളത്, IQOOൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത വരുന്നുണ്ട്, ഉപയോഗിക്കുന്നതും വരുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ റിയൽ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത്, നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ഇതുപോലെ എഗ്രി ചെയ്യുക അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു 2 പേജിൻ്റെ ഒരു സംഭവം എഴുതി അവർ തരും. നമ്മൾ മിക്കവരും ഇത് വായിച്ച് നോക്കില്ല, എഗ്രി കൊടുക്കും. പക്ഷേ ഇതങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് പ്രൈവസി ടേംസും പറഞ്ഞവർ തരുന്നതാണ്. പക്ഷേ ഇതങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയേണ്ട കാര്യമല്ല. വേറൊന്നുമല്ല, നമ്മൾ ആ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എന്തൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമ്മൾ അനുമതി കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കോൺടാക്റ്റ്, നമ്മുടെ സ്റ്റോറേജ്, നമ്മളുടെ ഡാറ്റ, ഇതൊക്കെ ഞങ്ങൾ എടുത്തോട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ വായിച്ച് നോക്കാണ്ട് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അനുമതി കൊടുക്കുകയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തോളൂ എന്നും പറഞ്ഞ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളിതിൽ എഗ്രി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ആപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവരിത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. സാധാരണ മറ്റുള്ള ഫോൺ കമ്പനിക്കാർ ഓൾറെഡി നമ്മളെ എല്ലാം ഊറ്റിയെടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഇഷ്ടപ്പെട്ട് വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് എക്സ്റ്റൻഡഡ് റാം വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ 4 GB റാം ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ നിന്നും 1 GB വരെ എടുത്തിട്ട് അത് ഓൾമോസ്റ്റ് നമുക്ക് 1 GB അഡീഷണൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് 4 GB റാം ഉണ്ടെങ്കിൽ 5 GB പെർഫോമൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 6 GB ആണ് നമ്മുടെ റാം വരുന്നതെന്നുണ്ടെങ്കിൽ 2 GB അഡീഷണൽ കിട്ടും. അതായത് 8 GB റാമിൻ്റെ പെർഫോമൻസ് കിട്ടും. നമ്മൾ യൂസ് ചെയ്യുന്ന 8 GB ആണെന്നുണ്ടെങ്കിൽ 3 GB റാമിൻ്റെ പെർഫോമൻസ് കിട്ടും. അതായത് ഓൾമോസ്റ്റ് നമുക്ക് 11 GB പെർഫോമൻസ് ഈ 8 GB റാം വേരിയൻറ്റ് മേടിച്ചാൽ കിട്ടും. ഈ ഫോണിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ഈ ഫോണിനകത്തെ സ്പീക്കറാണ്. നമ്മൾ 20,000 കൊടുത്തിട്ടും ഒരു സ്റ്റീരിയോ സ്പീക്കർ ഈ ഫോണിനകത്ത് ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് തന്നെയാണ്. ഈ ഫോണിനകത്ത് നമുക്ക് സ്പീക്കറിൻ്റെ പോരായ്മ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. വേറൊന്നുമല്ല, നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഹെഡ്ഫോൺ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടിയില്ല കളിക്കാനായിട്ട്. സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല സൗണ്ടൊന്നുമല്ല, വലിയ ലൗഡും അല്ല, കുറച്ച് ക്വാളിറ്റി കുറച്ച് സൗണ്ടാണ്. ഒരു സ്റ്റീരിയോ സ്പീക്കറും കൂടി ഈ ഫോണിൽ തന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 രൂപയാണ്. നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഏറ്റവും പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പോക്കോ X3 Pro മേടിക്കാം. അതായത് 20,000 രൂപ ബഡ്ജറ്റിൻ്റെ താഴെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ വരുന്നത് പോക്കോ X3 Pro ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 870 പ്രോസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സൂപ്പർ പെർഫോമൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി വേണം, അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്ക് വേണം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ്മിയുടെ നോട്ട് 10 Pro നോക്കാം. വേറൊന്നുമല്ല, നല്ല സ്റ്റൈലിഷ് ലുക്കാണ്, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത ക്യാമറയുണ്ട്. നിങ്ങൾക്ക് 5G വേണം, അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് വേണം, അതുപോലെ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ വേണം, അത്യാവശ്യം നല്ല ക്യാമറ വേണം, അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് വേണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു IQOO Z3 മാത്രമേ ഉള്ളൂ, വേറൊരു ഓപ്ഷനും ഇല്ല. എനിക്ക് തോന്നിയ ഫോണിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഞാൻ പറഞ്ഞു.
ഇതെല്ലാം നോക്കിയിട്ട് കൂടെയുള്ള മറ്റ് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ ഫോൺ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.